സംസ്ഥാനത്ത് +2 ഓണപരീക്ഷയുടെ ചോദ്യപേപ്പർ ചട്ടം ലംഘിച്ച് ബാഹ്യ ഏജൻസികളിൽ നിന്ന് പണം കൊടുത്തു വാങ്ങുന്നതായി ആരോപണം. ചോദ്യപേപ്പർ അധ്യാപകർ സ്വയം തയ്യാറാക്കണമെന്ന സർക്കാർ ഉത്തരവ് പാലിച്ചില്ല. പ്രിൻസിപ്പൽ അസോസിയേഷൻ തയ്യാറാക്കിയ ചോദ്യപേപ്പറുകളാണ് മിക്ക സ്കൂളുകളും പണം കൊടുത്തു വാങ്ങിയത്. ഇതിനെതിരെ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. VS രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ നിന്നുൾപ്പെടെ പണം പിരിച്ചുകൊണ്ട്. ആര്യ, ഈ കഴിഞ്ഞ ഓണപരീക്ഷ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നുകൂടി പരീക്ഷ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പരീക്ഷയ്ക്ക് 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള ചോദ്യപേപ്പർ സർക്കാർ നേരിട്ട് തയ്യാറാക്കി നൽകിയതാണ്. +2 കുട്ടികൾക്ക് പരീക്ഷാ പേപ്പർ തയ്യാറാക്കാൻ വേണ്ടി അതത് സ്കൂളുകളിലെ അധ്യാപകരെ ചുമതലപ്പെടുത്തുകയായിരുന്നു. അധ്യാപകർ ചോദ്യപേപ്പർ തയ്യാറാക്കി സ്കൂൾ തന്നെ പ്രിൻ്റ് എടുത്ത് പരീക്ഷ നടത്തണം എന്നുള്ളതായിരുന്നു. എന്നാൽ ബാഹ്യ ഏജൻസികളിൽ നിന്ന് വാങ്ങരുത് എന്ന് പ്രത്യേകം നിഷ്കർഷിച്ചുകൊണ്ടുള്ള ഓർഡറും ഉണ്ടായിരുന്നു. അതായത് പല ഏജൻസികളും ഇത്തരത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കി നൽകുന്ന ഏജൻസികളുണ്ട്, സ്വകാര്യ ഏജൻസികളുണ്ട്. അവരിൽ നിന്ന് വാങ്ങരുത് എന്നും കുട്ടികളിൽ നിന്ന് പണം ഈടാക്കരുത് എന്നുമൊക്കെ നിഷ്കർഷിച്ചുകൊണ്ട് 2 സർക്കുലറുകൾ വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിരുന്നു. എന്നാൽ പല സ്കൂളുകളിലും നമ്മൾ നേരിട്ട് മനസ്സിലാക്കുന്നത് കോഴിക്കോട് മുതൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലായിട്ടുള്ള പല സ്കൂളുകളും ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ബാഹ്യ ഏജൻസിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അത്തരത്തിലൊരു ഏജൻസിയായി പ്രവർത്തിച്ചത് പ്രിൻസിപ്പൽമാരുടെ അസോസിയേഷൻ തന്നെയാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരം. അതായത് പ്രിൻസിപ്പൽ അസോസിയേഷൻ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നു, പ്രിൻസിപ്പൽമാർ അത് ഓരോ സ്കൂളുകളിലും അവരുടെ നിർബന്ധപ്രകാരം വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ്. ഓരോ സ്കൂളും നൽകേണ്ട തുക ഉൾപ്പെടെയുള്ള ഒരു പട്ടിക നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഒരു അസോസിയേഷൻ, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ ബാഹ്യ ഏജൻസികളിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങാൻ വേണ്ടി സ്കൂളുകളിൽ നിർബന്ധം ചെലുത്തിയത് പല പ്രിൻസിപ്പൽമാരുമാണ്. അത്തരത്തിൽ നിർബന്ധം ചെലുത്തിയ പ്രിൻസിപ്പൽമാർക്കെതിരെയും സ്കൂളിനെതിരെയും നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ മന്ത്രിക്ക് പരാതി നൽകിയിട്ടുള്ളത്.